ഇന്നേ കാലായിലോട്ടൊന്ന് വന്നതാണ്. കൂമ്പോ വല്ലതും ഉണ്ടെങ്കിൽ ഒടിക്കാൻ വിചാരിച്ച് വന്നു. വെയിലൊക്കെ ഒന്ന് തല്ലിപ്പൊള്ളിക്കട്ടെ. വലിയ പാടെ അത് വിൽക്കാൻ. തൈ ഓമയാണ് ഇതുണ്ട്. എത്ര ഓമയ്ക്കാൻ നിൽക്കുന്നുണ്ടോ. ഇതെല്ലാം ഒന്ന് ഒടിച്ച് തോരൻ വെക്കണം. എന്നാ ചുമന്ന തണ്ടുള്ള ഓമയാണ്. ചേനയുടെയൊക്കെ സമയമായി വരുന്നേ ഉള്ളതുകൊണ്ട് ചേനയൊന്നും പഴുത്തിട്ടേ ഇല്ല. ഈ ചേനയൊക്കെ പഴുത്തെങ്കിലേ നമുക്ക് കളച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് പഴുത്ത് പട്ടു പോകണമെങ്കിൽ നമുക്ക് ഓമയ്ക്ക പറിക്കാൻ പറ്റും. ചേന ഇത് കളച്ചെടുക്കാൻ പറ്റത്തുള്ളേ. ഇതെല്ലാം വാഴക്കൃഷിയാണല്ലോ. പൂവൻ വാഴയാണ്. നല്ല കായായി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ടോ. നല്ല ഉണക്ക് വരുമ്പോൾ റംബുട്ടാനൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി 2-3 ടാങ്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. താഴേന്ന് വെള്ളം എടുത്ത് പിന്നെ തടിച്ച് ഈ പൈപ്പ് വഴി കൊണ്ട് പൈപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടി ഇങ്ങനെ ഓരോ റംബുട്ടാൻ്റെ ചുവട്ടിൽ വെള്ളം വീഴത്തക്ക പോലെ രീതിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല ഉണക്ക് വരുമ്പോൾ. ഇപ്പം മഴയുണ്ട്. ഇന്നിപ്പോൾ ഒരു മഴയുടെ ഒരു മൂടാപ്പ് പോലുണ്ട്. അപ്പം മഴയില്ലാത്ത സമയത്ത് ഉണക്ക സമയത്ത് ഒഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. താഴെ ഒരു വാഴക്കുല പഴുത്ത് നിൽക്കുന്നു. കാന്താരി പഴുത്ത് നിൽക്കുന്നുണ്ട്. വിളഞ്ഞ് നിൽക്കുക കാന്താരി. കണ്ടോ എന്ത് രസമാണ് ഇത് പഴുത്തിരിക്കുന്നത് കാണാൻ. കാന്താരിക്കൊക്കെ എന്തോ വിലയാണെന്നറിയോ. പറിച്ചില്ല. കണ്ടോ ഭയങ്കര മൊത്തം പഴുത്തിരിക്കുക. കണ്ടോ നല്ലതായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന കാന്താരി. ഇതെല്ലാം ഇത് പറിക്കണം. പറിച്ച് നമുക്ക് അച്ചാറിടണം. ഈ കാന്താരി പറിച്ച് എല്ലാം വിളഞ്ഞ് പഴുത്ത് നിൽക്കുക. കണ്ടോ വീട്ടിൽ ഇറങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്തോ പാടുന്ന ഭയങ്കര കാടാണ്. ഒരു വാഴക്കോല പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയത്. നോക്കട്ടെ അത് പഴുത്ത് നിൽക്കുവാന്നല്ലോ. അത് മൊത്തം വാവലടിച്ച് നിർത്തിയേക്കുവാന്നല്ലോ. ഉണ്ടോ വാവൽ തിന്ന് നിർത്തിയേക്കുക. ഈ വാഴക്കല്ല വാവൽ തിന്ന് നിർത്തിയേക്കുക കേട്ടോ. ഉണ്ടോ പഴുത്ത് നിൽക്കുക. അതിനി വെട്ടണം. ഉണ്ടോ വാവൽ തിന്ന വാഴക്കൊല. അതിനി വെട്ടണം. വെട്ടിയിട്ട് അതൊന്ന് പഴുപ്പിക്കണം. ഇതെല്ലാം വാഴയാണ് ഇവിടെ നട്ടേക്കുന്നത്. ഇഞ്ചിയുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. കൊതുകുത്തി കൊല്ലുന്നു. എന്തോ കൊതുവാണെന്നറിയാം ഇവിടെ എല്ലാം. ഞാൻ ഇവിടെ ഒരു വാഴക്കൊല മണ്ട ഒടിഞ്ഞ് നിൽക്കുവാന്ന് തോന്നുന്നു കേട്ടോ. മണ്ട ഒടിഞ്ഞ് കിടക്കുക. പഴുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. വളമില്ല. വളമൊക്കെ ആയതാ. അത് മണ്ട ഒടിഞ്ഞു പോയതാ. കണ്ട നല്ലൊരു വാഴക്കൊലയത്. ഒരു ഏത്തവാഴയുടെ കൂമ്പ് നിൽക്കുന്നു. ഒരു കമ്പൊന്നുമില്ല. അതൊന്ന് ഒടിക്കാനെ കൊണ്ട് നോക്കട്ടെ ഉണങ്ങാനും കമ്പുണ്ടോന്ന്. ഒരു കൊന്നയുടെ കമ്പ് നിൽപ്പുണ്ട്. അത് നമുക്ക് ഒടിക്കാം. ഒടിച്ചാലേ ആ കൂമ്പ് ഒടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഒടിക്കാം. അപ്പോൾ കമ്പ് കെട്ടി നമുക്ക് ആ കൂമ്പ് ഒടിക്കാം. ഒടിച്ചേ. അങ്ങനെ ഏത്തവാഴയുടെ കൂമ്പ് ഒടിച്ചു. ഇതിനി ഒരു തോരൻ വെക്കണം. കറ വീണാൽ ഉടുപ്പെല്ലാം കറയാവും. അതുകൊണ്ട് മാറ്റി പിടിച്ചോണം. ഇങ്ങനെ മാറ്റി പിടിച്ചോണം. അല്ലെങ്കിൽ എല്ലാ കറയെല്ലാം ഉടുപ്പ വീണ കറത്തിരിക്കും. പോകത്തേ ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാമേ. ഓക്കെ.